ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ നഴ്സിങ്ങിന് ജോയിൻ ചെയ്ത് ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എപ്പോഴും വിചാരിക്കാറുണ്ട് വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം, പക്ഷേ നടക്കാറില്ല. തിരക്കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നുണയായിപ്പോവും. മടിയുണ്ട്, തിരക്കുണ്ട് എന്നാൽ കറക്റ്റാണ്. ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ പിന്നെ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ മടിയാവും. ഇപ്പോൾ നഴ്സിംഗ് സെക്കൻഡ് ഇയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ എത്ര നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള ആ ഒരു നഴ്സിംഗ് ജേർണിയാണ്. ഞാൻ GNM ആണ് പഠിക്കുന്നത്. എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി 3 വർഷത്തെ കോഴ്സ് ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആയി വരുന്നു. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാനൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ നഴ്സിംഗ് ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ നഴ്സിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാമെന്നാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളാണ്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എൻ്റെ ഫസ്റ്റ് ഇയർ നല്ല രീതിയിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ റിസൾട്ടൊക്കെ വന്നു, നല്ല മാർക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിനേക്കാളും കുറച്ചും കൂടി ഒരു ടഫായിട്ട് തോന്നിയത് സെക്കൻഡ് ഇയർ ആണ്. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ കെയർ പ്ലാൻ, നഴ്സിംഗിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കും, ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടാവും. കെയർ പ്ലാന്, കേസ് സ്റ്റഡി, അങ്ങനെ അതൊക്കെ. അത് സെക്കൻഡ് ഇയറിൽ ഒരുപാട് കൂടുതലാണ്. ഫസ്റ്റ് ഇയറിൽ പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പഠിത്തം കൊണ്ടുപോകാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോഴേക്കും എഴുത്ത് തന്നെയായിരുന്നു. ഞങ്ങളൊരു രണ്ട് മൂന്നല്ല ഒരു 3-4 മാസത്തോളം ഞങ്ങളെല്ലാവരും കംപ്ലീറ്റ് എഴുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു പഠിത്തത്തിലേക്ക് തന്നെ വരുന്നത്. ആ ഒരു പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ സെഷണൽ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞ് ആ ഒരു ആഴ്ചയ്ക്ക് മുമ്പായിരിക്കും ഞങ്ങൾ ആ ബുക്ക് തുറക്കുന്നത്. അത് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല, പക്ഷേ അതിനുള്ള ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. രാവിലെ ക്ലാസ്സിൽ പോകുന്നു, വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു വരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു മോനുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവൻ്റെ ഹോംവർക്ക്, അങ്ങനെ അവൻ LKG ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതും എല്ലാം മാനേജ് ചെയ്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും എഴുതാനുള്ളതൊക്കെ എഴുതി പിന്നെ പഠിക്കാനൊന്നും അങ്ങനെ ടൈം കിട്ടാറില്ല. ഫസ്റ്റ് ഇയറിൽ ഞാൻ കറക്റ്റായിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ആ ഫസ്റ്റ് ഇയറിലെടുത്ത എഫേർട്ടിൻ്റെ ഒരു പകുതി എഫേർട്ട് പോലും ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യുന്നില്ല. കൂടുതലായിട്ട് ഞങ്ങളെല്ലാവരും സമയം ചിലവഴിച്ചത് ഫുള്ള് എഴുതാനായിരുന്നു. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, സമയം വളരെ പെട്ടെന്നാണ് പോകുന്നത്. നഴ്സിങ്ങിന് ജോയിൻ ചെയ്ത ഓർമ്മയുണ്ട്, പക്ഷേ ഇപ്പോൾ ദേ സെക്കൻഡ് ഇയർ ഓൾമോസ്റ്റ് തീരാറായി നിൽക്കുക. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഫ്രണ്ട്സൊക്കെ തമ്മിൽ, എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡ്യൂട്ടി പ്ലസ് തിയറി അങ്ങനെയൊക്കെ ആയത് കാരണം സമയം പോകുന്നത് ചിലപ്പോൾ ഞങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്കിത് പെട്ടെന്ന് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു, ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ വരുമ്പോൾ അത് ഞങ്ങളുടെ ലാസ്റ്റ് ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു. ഞങ്ങളവിടെ കോളേജിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ലാസ്റ്റത്തെ ക്രിസ്മസ് ആയിരിക്കും. കാരണം അടുത്ത ഒരു ക്രിസ്മസിന് ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ആക്കി, ഞങ്ങളുടെ ആ ഒരു എക്സാമിൻ്റെ ടൈമൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സെലിബ്രേഷൻ പറ്റില്ല. പക്ഷെ അത് കേട്ടപ്പോൾ സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. കാരണം നഴ്സിംഗ് കംപ്ലീറ്റ് ആവുകയാണ്, എത്ര പെട്ടെന്ന് 3 വർഷം കഴിയുന്നത് എന്നൊക്കെ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് ഞങ്ങൾക്കത് പെട്ടെന്ന് തീർന്നതായിട്ടാണ് തോന്നിയത്. പക്ഷേ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ചേച്ചിമാരോ അയൽവക്കത്തുള്ളവരൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കുന്നത് കഴിയാറായില്ലേ, ഇപ്പം എന്തോരമുണ്ട്, ഇനി എത്ര നാളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇനി 1 വർഷം കൂടി ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇനി 1 വർഷം കൂടി ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ വിചാരം ഇത് കുറേ നാളായി തുടങ്ങിയിട്ട് എന്നുള്ളൊരു ഫീൽ അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഓരോ ദിവസവും പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ടാണ് തോന്നാറ്. ഇപ്പോൾ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് നടക്കുന്ന ടൈമാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇന്ന് ഒന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ തോന്നി ഒരു വീഡിയോ എടുക്കണം. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും നടക്കാറില്ല. മടിയാണ് മെയിൻ സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇതിപ്പോൾ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് വന്നപ്പോഴേക്കും പിന്നെ വൈകിക്കേണ്ടെന്ന് തോന്നി. ആ ഒരു തോന്നലിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നത്തേക്ക് വെച്ചൊന്നും ഞാൻ പിന്നെ എടുക്കലുണ്ടാവില്ല. അത് കാരണം പെട്ടെന്നങ്ങ് വീഡിയോ അങ്ങ് എടുക്കാമെന്ന് കരുതി. ഇതിലെന്തെങ്കിലുമൊക്കെ കുറവൊക്കെ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നഴ്സിംഗ് എവിടം വരെ എത്തി, ഞങ്ങളുടെ ജേർണി, അതൊക്കെ ആണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഇയറിലെ എക്സാം എന്ന് പറയുന്നത് ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്, മെയിൻ എക്സാം. അപ്പോൾ ഈ ഒരു മാസം ഞങ്ങൾക്ക് കംപ്ലീറ്റ് പോസ്റ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇനി തിയറി ഇതൊക്കെ മൂന്നാമത്തെ സെഷൻ എക്സാം, അത് മോഡൽ അതിലേക്കൊക്കെ വരും. അപ്പം അങ്ങനെയാണ് നഴ്സിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ എപ്പോഴായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. പിന്നെ പുതിയതായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.